ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഒരു 6 മണിയായപ്പോഴാണ് കിച്ചണിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തു കേട്ടോ. ചായൻ്റെ വെള്ളം പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്സ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഇതാ ഈ ഒരു പാക്കറ്റ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഓട്സും കൂടിയും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ പാല് ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ പഞ്ചസാര ചേർക്കാതെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ അത് ചേർക്കാം, പഞ്ചസാര ഇല്ലാതെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഓട്സും കൂടി ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ ശരിക്കും 5 മിനിറ്റ് ആവുള്ളൂ കേട്ടോ. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് തട്ടിക്കൂട്ടണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഓട്സ് ആയതുകൊണ്ട് ചിലവർക്ക് ഇഷ്ടപ്പെടാറുണ്ടാവില്ല. ഞാനിപ്പോൾ ഡയറ്റൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്താലോ വിചാരിക്കുന്നതുകൊണ്ട് ഓട്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഓട്സ് ആക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ കട്ടൻ ചായ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പാൽപ്പൊടിയും കൂട്ടിങ്ങാണ്ട് പാൽ ചായ ആക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള മാത്രം കഴിക്കാണ്. പിന്നെ മക്കൾ 2 എൻ്റെ വീട്ടിൽ വിരുന്ന് പോയതാണ്, മദ്രസ ഇല്ലാത്തതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കും ചെറിക്കുള്ളതും മതി. അങ്ങനെ ഞങ്ങൾ 2 കൂടി ഒരുമിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. രാവിലെ ആണെങ്കിലേ നല്ല പോലെ വെയിലും വരും ചെയ്യും, നല്ല ചൂടും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ബട്ടർ ഉണ്ടായിരുന്നു. ആ ബട്ടർ ഞാൻ എന്താട്ടെ ഒന്ന് പാലും കൂട്ടി അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ജ്യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിളപ്പിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ തണുപ്പോട് കൂടിയിട്ട് ഞാൻ കഴിക്കലുമില്ല, കാരണം പിന്നെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതൊന്നാമത് തണുപ്പുള്ള വെള്ളം കുടിച്ചിട്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തണുപ്പിക്കാതെയാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ചെറിക്ക് പിന്നെ തണുപ്പിച്ചിട്ടാണ് കേട്ടോ കൊടുക്കൽ. അപ്പോൾ ഇതാ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവശ്യത്തിനുള്ള അരിയൊക്കെ എടുത്ത് നല്ലപോലെ കേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അതുപോലെ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇതാ ഞാൻ ചോറിനുള്ള വെള്ളം നല്ലപോലെ കാഞ്ഞതിന് ശേഷമാണ് കേട്ടോ കേക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കും. ഇന്നിപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പോകാനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചോറും കറിയും മാത്രം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ രാവിലെ തന്നെ പെട്ടെന്ന് തീർത്തിട്ടോ. മക്കളില്ലാത്തത് കൊണ്ട് തന്നെ തുടക്കാനില്ലായിരുന്നു, അടിച്ചാരി മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുറ്റൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചാരാണ്ടായിരുന്നു. പിന്നെ എൻ്റെ സൗണ്ട് തീരെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, നിങ്ങളൊന്നും വിചാരിക്കരുത് വീഡിയോസിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള മാറ്റങ്ങളും. അതേപോലെ സൗണ്ട് ചിലപ്പോൾ കുറവായിരിക്കും, കാരണം ഭയങ്കര തൊണ്ടവേദനയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ റൈസ് കുക്കറിലേക്ക് ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഒരു വെണ്ടക്ക കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുക. ഫുഡ് കഴിക്കുന്ന നേരത്ത് ഓംലേറ്റ് വാളുന്നുണ്ടെങ്കിൽ ചെറിയ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും റെഡിയാക്കേണ്ട, ജസ്റ്റ് ഒന്ന് വെണ്ടക്ക കറി മാത്രം ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇതാ വെണ്ടക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വലിയുള്ളിയും അതുപോലെ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് നല്ല പഴുത്ത് മാത്രം എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കുറേ ആൾക്കാർ വീഡിയോ കണ്ട് പക്ഷേ അഭിപ്രായങ്ങളൊന്നും അറിയിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നത് എന്നുള്ള ഏത് സ്ഥലമാണെന്നുള്ളതും കൂടി എഴുതി അറിയിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന സ്ഥലത്ത് നമ്മൾ അത്ര ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് അറിയാനും കഴിയുമല്ലോ. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒക്കെ എഴുതി അറിയിക്കുക. അതേപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ, അതിൻ്റെ ലിങ്കും കൂടി താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കയറിയിട്ടൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതാ വെണ്ടക്ക കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൺചട്ടി തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ ചൂടായതിന് ശേഷമാണ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പം 2 വെളുത്തുള്ളി ഇതുപോലെ കീറിയിട്ടിട്ടുണ്ട്. അതിട്ട് പിന്നെ എന്താ വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കുക.
തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വെണ്ടയ്ക്ക ഉണ്ടല്ലോ അതും കൂടി ചേർക്കുന്നുണ്ട്, കൂടെ പച്ചമുളകും അതെല്ലാം ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, എന്നാൽ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. ഉപ്പും ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്താൽ മതി കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളിപ്പോൾ ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതാ വെണ്ടയ്ക്ക നല്ലപോലെ വഴറ്റിയെടുത്തതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒരു ഇച്ചിരി മാത്രം ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു പച്ചമണം മാറുന്നതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക കറി അങ്ങോട്ട് റെഡിയാക്കി എടുക്കും കേട്ടോ. അങ്ങനെ അത് നല്ലപോലെ തിളക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് റൈസ് കുക്കറിൽ നിന്ന് ചോറൊക്കെ വെന്തിടണമെന്നുള്ളത് നോക്കിയിട്ടുണ്ട് കേട്ടോ. റേഷൻ കടയിൽ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ഞാനിതാ ഊറ്റിയെടുക്കുകയാണ്. ഇതുപോലത്തെ ഒരു സ്റ്റീമറിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ ഊറ്റിയെടുക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി, കഞ്ഞിവെള്ളം നമ്മൾ ഒഴിവാക്കാറാണ് കേട്ടോ, അങ്ങനെ എടുക്കാറില്ല. അത് നമ്മൾ ആ ചെമ്പിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വെണ്ടയ്ക്ക നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി അത് അവിടെ നിന്ന് അങ്ങോട്ട് ഒന്നും കൂടിയും തള വന്നു കഴിഞ്ഞാൽ വെണ്ടയ്ക്ക സെറ്റായി. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് മക്കൾ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു വീഡിയോയിലൊക്കെ ചില സ്ഥലത്ത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവരെ ശബ്ദം കൂടിയും കേൾക്കുന്നത്. അങ്ങനെ വീട്ടിലെ പണികളൊക്കെ തീർത്തിട്ട് നമ്മൾ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയും പോയിട്ടുള്ളത് മേമാൻ്റെ വീട്ടിലേക്കാണ്. മേമാൻ്റെ വീട് വരുന്ന കൂമ്പാറയാണ് കേട്ടോ. അത് നമ്മൾ ബസ് ഇറങ്ങിയതിന് ശേഷം നേരെ കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങിയിട്ട് മേമാൻ്റെ വീട്ടിൽ അവിടെ എത്തിയപ്പം വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് പിസ്ത വെള്ളമായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം മേമാക്ക് പിന്നെ ഇതുപോലത്തെ കുറേ ഐറ്റംസ്, അച്ചാറ്, ഉപ്പിലിട്ടത്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ മാങ്ങ, നല്ല നാടൻ മാങ്ങ ഉപ്പിലിട്ടതായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതിന് ഒന്നെടുത്തുങ്ങാണ്ട് കഴിച്ചു കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഉപ്പൊക്കെ പിടിച്ചിട്ടുള്ള നല്ല അടിപൊളി മാങ്ങ ആയിരുന്നു കേട്ടോ ഉപ്പിലിട്ടത്. അങ്ങനെ ആ മാങ്ങയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു പൂച്ചൻ്റെ വീഡിയോ എടുത്താണ്. ഇത് പിന്നെ മെമാൻ്റെ പേരക്കുട്ടീൻ്റെതാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ബോഗൻവില്ല നല്ല പോലെ കായ്ച്ച് നിൽക്കുന്നുണ്ട്, പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മേമാൻ്റെ മുറ്റത്ത് തന്നെ മാങ്ങ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പരിസരമൊക്കെ നോക്കി നിരീക്ഷിച്ചൊക്കെ വന്നപ്പോഴേക്കും ഇതാ ഉച്ചയത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെറുംചോറും ചിക്കൻ കറിയും ഉണക്കമീൻ പൊരിച്ചതും അതുപോലെ ചമ്മന്തി പിന്നെ നെയ്ച്ചോറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഇന്ന് നമ്മൾ ഉച്ചയത്തെ ലഞ്ചൊക്കെ കഴിച്ചിട്ടോ. ഇതിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളിൻ്റെ സുർക്കയിലിട്ടുന്നുണ്ടായിരുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്ര പറഞ്ഞിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ കക്കാടംപൊയിൽ കാണാൻ ആ ഒരു മലനിരയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ബസ് കിട്ടി, നേരെ നമ്മൾ വീട്ടിൽ പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.